നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, പക്ഷെ അയാൾക്ക് നിങ്ങൾ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ട്, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടണം, അല്ലെങ്കിൽ അവരായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കണക്ട് ആവണം. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ നല്ല അടിപൊളി സൈക്കോളജി ട്രിക്സ് പഠിപ്പിച്ചു തരട്ടെ. ഇത് സാഹചര്യം അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം വർക്ക് ആവും. ആൻഡ് അവസാനം ഞാൻ നിങ്ങളോട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ കൂടി പറയുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ ആദ്യത്തേതാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പക്ഷെ ആരോടും പറയരുത്. ഇങ്ങനെ പറയുന്നത്, ഇത് ആൾക്കാർക്ക് നിങ്ങളോട് ഒരു തരം ഇഷ്ടവും ട്രസ്റ്റും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത്, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം പക്ഷെ ആരോടും പറയരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. ആൻഡ് അവർക്കത് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും, ഓക്കെ, ഇയാൾ എന്നോട് ഈ കാര്യം പറയണമെങ്കിൽ അയാൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നതെന്നാണ്. സോ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കും നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാൻ തോന്നും. ആൻഡ് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അത് അവർക്ക് നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു തരം ഇഷ്ടം ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇത് ഓൺലൈനിലും വർക്ക് ആവും. പക്ഷെ ഓൺലൈനിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഏറ്റവും അവസാനം നിങ്ങളോട് പറയാം. പക്ഷെ മനസ്സിലാക്കുക, ആദ്യം തന്നെ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ സീക്രട്സും ഒരാളോട് പറയണം എന്നല്ല ഞാനോട് ഉദ്ദേശിക്കുന്നത്. അത് ചെറിയ ചെറിയ സീക്രട്സ് ആവാം. സോ ഇനി നമുക്ക് രണ്ടാമതിലേക്ക് പോവാം. അതായത് ഡിം ലൈറ്റ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടമാണോ എന്ന് അറിയാൻ അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി എന്ന്. അല്ലെങ്കിൽ കണ്ണും തമ്മിലുള്ള പ്രണയത്തെ പറ്റിയൊക്കെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ ഡിം ലൈറ്റും കണ്ണും ഇഷ്ടവും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്? ഓക്കെ, കുറെ നാൾ മുമ്പ് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് കുറെ ചെക്കന്മാർക്ക് കുറച്ച് പെണ്ണുങ്ങളുടെ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു. അതായത് ഒരേ പെൺകുട്ടിയുടെ 2 തരം ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അതിലൊരു ഫോട്ടോയിൽ പെൺകുട്ടിയുടെ കണ്ണിലെ ഈ പ്യൂപ്പിളില്ലേ, പ്യൂപ്പിൾ നമ്മുടെ കൃഷ്ണമണിയുടെ ഉള്ളിലുള്ള ചെറിയ റൗണ്ട്, അത് വലുതായതും രണ്ടാമത്തേതിൽ അത് ചെറുതായതുമായിട്ടാണ് കാണിച്ചത്. സോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട ഭൂരിഭാഗം ചെക്കന്മാരും ആക്ച്വലി കണ്ണിന്റെ ഡിഫറൻസ് അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഒരേ പെണ്ണിന്റെ 2 ഫോട്ടോ കണ്ടെങ്കിലും അവര് അട്രാക്റ്റീവായിട്ട് ചൂസ് ചെയ്തത് കണ്ണിന്റെ പ്യൂപ്പിൾ വലുതായിരിക്കുന്ന ഫോട്ടോയാണ്. ഇതിനെപ്പറ്റി പല സ്റ്റഡീസും പിന്നീട് നടന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ കണ്ണിന്റെ പ്യൂപ്പിൾ വലുതാവുമ്പോൾ നമ്മൾ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിച്ചാൽ മതി, ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ അടുപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആക്ച്വലി അവരുടെ കണ്ണിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിന്റെ പ്യൂപ്പിൾ, അതായത് കൃഷ്ണമണിയല്ല, കൃഷ്ണമണിയുടെ ഉള്ളിൽ നമ്മൾ കാണുന്ന ആ ചെറിയ റൗണ്ടിലുള്ള സംഭവമില്ലേ, അത് വലുതായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാനും പറ്റും. ആൻഡ് നമ്മുടെ കണ്ണിന്റെ ഈ പ്യൂപ്പിള് വലുതാകാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഡിം ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡിം ലൈറ്റ് ഉള്ള സമയത്ത് ലൈറ്റ് കൂടുതൽ എൻ്റർ ആകാൻ വേണ്ടി നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ വലുതാകും. ആൻഡ് അത് നമ്മളെ കുറെ അട്രാക്റ്റീവ് ആക്കുകയും ചെയ്യും. ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെയൊക്കെ ഒരു റീസൺ ആണ് അത്. കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കുറെ റൊമാൻറ്റിക് ആക്കാനുള്ള ഒരു റീസൺ ഇതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ അവരുടെ കറങ്ങാൻ പോകുന്ന സമയത്ത് ഡിം ലൈറ്റ് ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവരുടെ കണ്ണിന്റെ പ്യൂപ്പിൾ, നിങ്ങളുടെയും കണ്ണിന്റെ പ്യൂപ്പിൾ വലുതാവുന്നതായിരിക്കും. അത് നിങ്ങളെ കുറച്ച് അട്രാക്റ്റീവ് ആക്കുന്നതുമായിരിക്കും. ആൻഡ് മനസ്സിലാക്കുക, ഇതൊന്നും നമ്മൾ കോൺഷ്യസ് ആയിട്ട് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ എക്സ്പെരിമെന്റിൽ ആ ഫോട്ടോ കാണിച്ച കാര്യം പറഞ്ഞില്ലേ, അവിടെയും ആ കണ്ട ചെക്കന്മാരും അവരുടെ കണ്ണിലേക്ക് നോക്കി മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ ആ ഫോട്ടോ കണ്ടപ്പോൾ അട്രാക്റ്റീവായി തോന്നി എന്നുള്ളതാണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും ചിന്തിക്കാതെ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത കാര്യമാണ്, അതായത് നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അടുപ്പം വരാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് മിറർ ദം. അതായത് അവരെങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ പെരുമാറുക എന്നുള്ളത്. അതായത് അവരുടെ ബോഡി ലാംഗ്വേജ്, അവര് സംസാരിക്കുന്ന രീതി, അവരുടെ എക്സ്പ്രഷൻ കോപ്പി ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അതായത് ഒരാൾ നിങ്ങളോട് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക, ഇരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ കുടിക്കുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾ അതേ രീതിയിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ തന്നെ അവർ ചിരിക്കുന്ന സമയത്ത് ചിരിക്കാൻ നോക്കുക. അതായത് ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവരുടെ എക്സ്പ്രഷൻസ് നിങ്ങൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു തരം ഇഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കോപ്പി ചെയ്യുക, കോപ്പി അടിക്കുക എന്ന് പറയുമ്പോൾ അവരെ കളിയാക്കുന്ന രീതിയിലാവരുത്. അല്ലെങ്കിൽ അവർക്ക് അവരെ കളിയാക്കുന്നത് പോലെ തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ട് അവര് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് എല്ലാം ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായി പോകും. സോ ഇതെല്ലാം ഒരു സ്കില്ലാണ്. ആൻഡ് ശ്രദ്ധിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ആവും. നിങ്ങൾ ഒരാളെ മിറർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ
അവരുടെ ബോഡി ലാംഗ്വേജ് പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി അവർക്ക് വരാൻ പോകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ, ഓ ഇയാളും എന്റെ അതേ വൈബ് തന്നെയാണല്ലോ, ഇയാളും എന്നെ പോലെ തന്നെയാണല്ലോ. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളോട് ഫ്രണ്ട് ആവാൻ തോന്നും. ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ അവർക്കും തോന്നും. അത് നിങ്ങളെ നല്ല രീതിയിൽ കണക്റ്റഡ് ആക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ആൾക്കാരെ എപ്പോഴും ഒരേപോലെ പെരുമാറുന്നത്. അവർ സംസാരിക്കുന്ന രീതിയിൽ, അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അവരുടെ രീതി കോപ്പി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, അവസാനം പറയാന്ന് പറഞ്ഞ ഓൺലൈൻ്റെ കാര്യം. ഇത് കുറച്ച് മാനിപ്പുലേറ്റീവ് ടെക്നിക്കാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വേറെ ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കുക. നമ്മൾ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ആൾക്കാരെ ഇമോഷണലി യൂസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം വരാം. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഇങ്ങനെ കുറെ ട്രിക്സ് യൂസ് ചെയ്ത് നിങ്ങളൊരാൾ ഇഷ്ടപ്പെടുത്തുന്നതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഓൺലൈന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ആരോടും പറയരുതെന്ന് പറയാം. അത് കാണുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് നമുക്ക് റിപ്ലൈ തരും, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കാതിരിക്കുക. കുറെ കഴിഞ്ഞിട്ട് മാത്രം റിപ്ലൈ കൊടുക്കുക. ഇത് അവരുടെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കും. എന്തായിരിക്കും സംഭവം, എന്തായിരിക്കും. ചിലപ്പോൾ അവർ പിന്നെയും നിങ്ങളോട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാര്യം പറയുക എന്നുള്ളതാണ്. അതിനിടയിൽ കുറെ അവർ നിങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ എന്താണ് പറയാൻ പോകണമെന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവാം. സോ ഇതിവിടെ തീരുന്നില്ല, ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു സോ മച്ച്.